എടാ ദിസ് ഈസ് ഇതിൻ. എടാ ഞാൻ ഇപ്പം ഇന്നലെ ഇന്നുമായിട്ട് ഞാൻ കുറച്ച് ട്രെയിലറും ടീസറൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അത് ഞാൻ തനിയായിട്ട് ഞാനത് വീഡിയോ ഇടായിരുന്ന പിന്നെ അതിൻ്റെ ആ ഒരു ചൂടങ്ങ് പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ശരി എല്ലാം കൂടെ ഒരു ലോങ് വീഡിയോ ആക്കി ചെയ്യാമെന്ന് വെച്ച്. അപ്പം ആദ്യത്തെ വീഡിയോ വന്നിട്ട് കോക്ടെയിൽ 2 ആണ്. ഇത് വന്നിട്ട് എത്ര ഒരാഴ്ച അടുപ്പിച്ചായി. പക്ഷേ ഇന്നലെയാണ് ഞാൻ ഇതിൻ്റെ ട്രെയിലർ കാണുന്നത്. ഇത് ഫസ്റ്റ് പാർട്ടിൽ പിന്നെ സൈഫ് അലി ഖാനും ദീപിക പടുകോണൊക്കെയാണ്. 2012 വന്ന പടമാണ്. ഞാൻ പണ്ടപ്പോഴാണ് കണ്ടതാണ്. എനിക്ക് കഥയൊന്നും എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. ആ സെയിം ഡയറക്ടറാണെന്ന് മാത്രം അറിയാം. ഇതിനകത്ത് പറയണതും എന്തുവാ ലൈക്ക് ഒരു 3 പേര് തമ്മിലുള്ള 2 ഗേൾസ്, ഫസ്റ്റിലെ പോലെ തന്നെ 2 ഗേൾസ് 1 ബോയ്. അപ്പം ഇവിടെ വന്നിട്ട് ഷാഹിദ് കപൂർ, രശ്മിക മന്ദാന, പിന്നെ നമ്മുടെ കൃതി സനോൺ. ഓക്കെ, ലൈക്ക് അവരുടെ ആ ഒരു ബോണ്ട്, ഒരു ട്രിപ്പ് കാര്യങ്ങൾ, പിന്നെ ഓഫ് കോഴ്സ് അവരുടെ പ്രശ്നങ്ങൾ, അങ്ങനെ മൊത്തത്തിലൊരു പരിപാടി പിടിച്ചങ്ങ് പോവാണ്. ഈ മാസം 19-ാം തീയതിയാണ് റിലീസ്. കണ്ടിട്ട് കൊള്ളാം എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് പാർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ പോലും എനിക്കത് ഓർമ്മയില്ല, പണ്ടപ്പോഴാണ് കണ്ടതാണ്. അപ്പം നല്ലതായിരിക്കും എന്ന് തോന്നുന്നത്. എന്ന് വെച്ചാൽ കുറച്ച് ഡബിൾ മീനിങ് പരിപാടി, കോമഡീസൊക്കെ ഉണ്ട് ട്രെയിലറിൽ തന്നെ. സോ അതങ്ങനെ നോക്കാം എന്തരാവും എന്നുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് എന്തോ ലോക്ക് ബോക്സ് ഇംഗ്ലീഷ് പടമാണിത്. ഓക്കെ, സോ ഇത് മറ്റേ ലാസ്റ്റ് എക്സോസിസം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹൊറർ പടം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഡയറക്ടറിൻ്റെ ആണ് ഈ ഒരു പടം. കണ്ടിട്ട് എന്നുവെച്ചാൽ കുഴപ്പമില്ല, വലിയ അങ്ങനെ വാവ് അടിക്കുന്ന ഒരു ട്രെയിലറായിട്ടൊന്നും തോന്നിയില്ല. എന്നിരുന്നാലും കുഴപ്പമില്ല. എനിക്കൊരു ഒരു കൈൻഡ് ഓഫ് ഒരു ഓക്കെ ഒരു ഫീലാണ് എനിക്ക് തന്നത്. ഇതിൻ്റെ അകത്ത് ഡേറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും നോക്കാം, വരുമ്പോൾ വരട്ട്. അതങ്ങനെ വന്ന് പിന്നെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ 25th ആനിവേഴ്സറി എന്ന് പറഞ്ഞുകൊണ്ട് അവരത് ഫസ്റ്റ് പാർട്ട് റിലീസ് ചെയ്യുകയാണ്. അടുത്ത കൊല്ലം വരുള്ളൂ എന്നാണ് പറയണത്. 11ാമത്തെ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ന്യൂസ് കേൾക്കണുണ്ട്. ഇതിൻ്റെ ഒരു ഗ്ലിംസ് പോലത്തെ ഒരു ട്രെയിലർ എന്നാണ് പറയണത്. പക്ഷേ എന്നിരുന്നാലും ഒരു 59 സെക്കൻഡ് അങ്ങനെ എന്തേ ഉള്ളൂ. ഇത് ഫസ്റ്റ് പാർട്ടിൻ്റെ ഇത് ഓഗസ്റ്റിലാണ് ഇതിൻ്റെ ആ ഒരു റിലീസ് വെച്ചേക്കണത്. സത്യം പറഞ്ഞാൽ പണ്ടത്തെ ആ ഒരു ഹൈയൊന്നും ഇപ്പം ഇതിനില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു 7ാമത്തെ പാർട്ടോട് കൂടി എന്ന് വെച്ചാൽ ലൈക്ക് ആ മറ്റേ പുള്ളിക്കാരുണ്ടല്ലോ, അങ്ങേര് മരിച്ചതോടുകൂടി എന്ന് വെച്ചാൽ അവിടെ കൊണ്ട് വെച്ചത് വൈൻഡപ്പ് ചെയ്യണമായിരുന്നു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ. കാരണം എന്ന് വെച്ചാൽ വെറുതെ അനാവശ്യമായിട്ട് നീട്ടിക്കൊണ്ട് പോയി. എന്തൊരു കഴിഞ്ഞ പാർട്ടൊക്കെ കാണണം. ഫാസ്റ്റ് എക്സ്, അയ്യോ അപരാധം. ഓക്കെ, അപ്പം അത് അങ്ങനെ. പിന്നെ മകുടം എന്ന് പറഞ്ഞുകൊണ്ടൊരു പടം. അത് വിശാലിൻ്റെയാണ് പടം. പുള്ളിക്കാരൻ തന്നെയാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും ഡയറക്ഷനും ഒക്കെ. കണ്ടിട്ട് എനിക്ക് ഒരു കോപ്പും തോന്നിയില്ല. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തുടക്കം ഫസ്റ്റ് ഒരു ഇൻട്രോ സീനിൽ അണ്ണൻ എന്ന് വെച്ചാൽ ഒരു പ്രായമായിട്ടുള്ള ഒരു വേഷത്തിൽ നിന്നിട്ടൊരു സിഗാറ് കത്തിക്കണ ഒരു സീനുണ്ട്. അവിടെ അതിനെതിരെ നിൽക്കുന്ന ഒരു VFX, ആ ഒറ്റ ഷോട്ടിൽ നിന്ന് തന്നെ ആ ഒരു ഗ്രാഫ് അങ്ങ് ഇടിഞ്ഞ്. അതിൻ്റെ ആ ഒരു ടീസർ കാണുമ്പം മറ്റേ മാർക്ക് ആൻ്റണി സെറ്റപ്പ് പോലെയൊക്കെ തോന്നണുണ്ട്. പക്ഷേ ഈ കണ്ടിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഹയ്യോ കാര്യങ്ങളൊന്നും തോന്നിയില്ല. അത് മാത്രമല്ല, അതിനകത്ത് ഇങ്ങനെ ഒരു കപ്പലിൻ്റെ ഒരു ഷോട്ടിൽ മറ്റേ പോപ്പർ വെടിക്കുന്ന പോലത്തെ ഒരു സാധനമുണ്ട്. അത് VFX ആണെന്ന് അത് പറയേയില്ല, അത്രയ്ക്ക് ഒറിജിനലായിട്ടുണ്ട്. കണ്ടറിയാം, ഒരു പ്രതീക്ഷയും ഇല്ലാത്ത മറ്റൊരു സാധനം. പിന്നെ വന്നിട്ട് ഇതൊരു എങ്കൾ തങ്കം. ഇതിൻ്റെ ട്രെയിലർ ഇത് തമിഴാണ്. ഇതിൻ്റെ തെലുങ്ക് ട്രെയിലർ ഞാൻ കണ്ടിട്ടുണ്ട്, മാ ഇൻഡി ബംഗാരം. അപ്പം അത് സമന്തേര തന്നെ. ലൈക്ക് പുള്ളിക്കാരി ഇപ്പം മറ്റേ പ്രൊഡക്ഷനൊക്കെ തുടങ്ങിയുകൊണ്ട് അവരുടെ പ്രൊഡക്ഷനിലെ 2ാമത്തെ പടമാണ് ഇത്. ലൈക്ക് ഒരു ഫാമിലി അവിടെ വരുന്ന ഒരു പുതിയ ഒരു ഗേള്, എനിക്ക് തോന്നുന്നു കെട്ടിക്കൊണ്ട് വരണം, അങ്ങനെ എന്തോ ആണ് അതിനകത്തുള്ളത്. അപ്പം പുള്ളിക്കാരിക്ക് ഒരു ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്ന് വെച്ചാൽ അവിടെ ആ കുടുംബത്തിൽ ഒരു നന്മമരമായിട്ട് ഇരുന്നിട്ട് ചേച്ചിക്ക് വേറൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്നുള്ള രീതിയിൽ ഇടയ്ക്ക് പണ്ടത്തെ എന്തോ ഇതൊക്കെ അതിനകത്ത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അല്ലാതെ തന്നെ കുറേ കെയോസ് കാര്യങ്ങളൊക്കെ വരികയും അതിൻ്റെ കുറച്ച് ആക്ഷൻ പരിപാടിയൊക്കെ ഉണ്ട്. ആക്ച്വലി ആ ആക്ഷൻ പരിപാടികളൊക്കെ കൊള്ളാം. കാരണം ആ ഒരു ഫൈറ്റ്, ആ ഒരു കൊറിയോ, ആ ഒരു ക്യാമറ പോണത്, ആ ഒരു ലൈറ്റിങ് എന്ന് പറഞ്ഞാൽ രാത്രികളിലൊരു ഷോട്ടുണ്ട്, അതൊന്നും അല്ലാതെ ഒരു പകൽ സമയത്തൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ കൊള്ളാം, അത് നൈസായിട്ടുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വന്നിട്ട് ഹാർട്ട് ഓഫ് ദ ബീസ്റ്റ് എന്ന് പറഞ്ഞൊരു പടം. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. അതിൻ്റെ ട്രെയിലറെന്ന് പറഞ്ഞാൽ ബ്രാഡ് പിറ്റിൻ്റെയാണ്. സെപ്റ്റംബറിൽ എന്തോ ആണ് അതിൻ്റെ ആ ഒരു റിലീസ് വന്നേക്കുന്നത്. അതായത് ഒരു ആർമി ഓഫീസർ, പുള്ളിക്കാരന് ഒരു ഡോഗുമായിട്ടുള്ള ഒരു
റിലേഷനാണ് അതിനകത്ത് ട്രെയിലറിനകത്ത് പറഞ്ഞു പോകുന്നത്. എന്ന് വെച്ചാൽ കൈൻഡ് ഓഫ് സർവൈവൽ പരിപാടിയൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോരോ സിറ്റുവേഷൻസിലൂടെ കയറി ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് അവർ തമ്മിലുള്ള ബോണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ 777 ചാർലി പോലെ എന്ന് പറഞ്ഞാൽ അതുപോലെ ആ ഒരു ബോണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് വേറെ ലീഗ് ഇത് വേറെ ലീഗ്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ആ ഒരു ഡോഗുമായിട്ടുള്ള ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് ആർമിയിലുള്ളതാണ്. ഇപ്പോൾ ഓരോരോ സിറ്റുവേഷനിലൂടെ പോകണ തന്നെ രക്ഷിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഉണ്ട്, തിരിച്ചങ്ങോട്ട് സേവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അങ്ങനത്തെ ആ ഒരു കുറേ കാര്യങ്ങൾ എനിക്ക് അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. ബ്രാഡ് പിറ്റിൻ്റെ ലുക്ക് കൊള്ളാം ഇതിനകത്ത്. പിന്നെ എനിക്ക് ട്രെയിലർ കണ്ടിട്ട് ഒരു കാര്യമാണ് തോന്നിയത്, ഈ പടത്തിൻ്റെ അവസാനം ആ ഡോഗിനൊന്നും സംഭവിക്കല്ലേ എന്നുള്ളത്. കാരണം ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എന്ന് വെച്ചാൽ ചില പടങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് പേഴ്സണലി തോന്നിയത് ട്രെയിലർ കണ്ടിട്ട് പടം കാണണം എന്ന് തോന്നിയത്. ഇപ്പം തന്നെ ഞാൻ ഈ വീഡിയോയിലകത്ത് കൊള്ളാം തരക്കേടില്ല എന്നൊക്കെ പറഞ്ഞല്ലാതെ ഇത്രയും നല്ല രീതിക്ക് ഞാനൊരു ട്രെയിലറൊന്നും പറഞ്ഞിട്ടില്ല ഇതിന് മുന്നത്തെ ഉള്ളതിലൊന്നും. കാരണം ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് നല്ല ഒരു ട്രെയിലറായിരുന്നു. പടവും അതുപോലെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഉള്ളത് മുവാന. ഇത് മുമ്പ് ആനിമേഷൻ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ആനിമേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു മറ്റേ ഫീമെയിൽ സെൻട്രിക് പരിപാടി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ലൈക്ക് കൊള്ളാം, അത് കണ്ടിരിക്കാനൊക്കെ ഒരു നല്ലൊരു രസമുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈവ് ആക്ഷൻ പരിപാടിയാണ്. അടുത്ത മാസം എന്തോ ആണത് വരണത്, അടുത്ത മാസം 10-ാം തീയതി. ഇതിനകത്ത് മറ്റേ മൗയിന്ന് അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് മറ്റേ റോക്കുണ്ട്. ഇതൊക്കെ കൊള്ളാം. എനിക്ക് ആ ഒരു ലോകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു കടൽ, അതിൽ മറ്റേ ഒരു കോഴി എന്ന് വെച്ചാൽ അങ്ങനത്തെ പർട്ടിക്കുലർ കുറച്ച് ക്യാരക്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈസാണത്. പിന്നെ തന്നെ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടീസർ കാര്യങ്ങൾ അല്ലെങ്കിൽ ട്രെയിലറിനെ പറ്റിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകും. എന്ന് വെച്ചാൽ ഈ ഒരു ഒറ്റ വീഡിയോയിൽ അങ്ങ് തീരും. മറ്റേതെന്ന് പറഞ്ഞാൽ ഓരോന്നും സെപ്പറേറ്റ് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ട് വരുമ്പോഴേക്കും ആ ഒരു ചൂടങ്ങ് പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു ട്രെയിലറായാലും ടീസറിനായാലും അതിനെ പറ്റിയിട്ടുള്ള ഒരു തോട്ട്സൊക്കെ. അപ്പം അത്രയേ ഉള്ളൂ. പടങ്ങൾ വരട്ടെ, നോക്കാം എന്തരാകുമോ എന്നുള്ളത്. അപ്പോൾ ശരി എന്നാൽ.